നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ സജസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് ചെറുപ്പം അല്ലെങ്കിൽ യൗവനം നമുക്ക് എങ്ങനെ നിലനിർത്താം, അതായത് എങ്ങനെ നമുക്ക് ആന്റി ഏജിങ് ചെയ്യാം, അല്ലെങ്കിൽ ആന്റി ഏജിങ് ടിപ്സ് എന്തൊക്കെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഒരുപാടധികം ആൾക്കാർ ചോദിച്ചൊരു വീഡിയോ ആണ്. ഇത് ഒരുപാടധികം ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ബേസിക്കലി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏജിങ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. എല്ലാ ആൾക്കാരും വയസ്സാവും, എല്ലാ ആൾക്കാരും പ്രായമാവും. നമുക്ക് ഓരോ വയസ്സ് കഴിയും തോറും നമ്മുടെ സ്കിന്നിൽ ഓരോ ചേഞ്ചസ് ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ ഓരോ ചേഞ്ചസ് ഉണ്ടാവും. ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 30 വയസ്സായ ഒരാൾക്ക് അവർക്ക് 30 വയസ്സാവുമ്പോൾ അവരുടെ ബോഡിയിൽ ഒരുപാടധികം ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ ആ ആൾക്ക് ആ ചേഞ്ചസിനെ ഒന്ന് പ്രൊലോങ് ചെയ്ത് നിർത്താം. പക്ഷെ ചേഞ്ച് ഒരിക്കലും ഉണ്ടാവില്ല എന്നില്ല, പക്ഷെ ആ ചേഞ്ചിനെ ഒന്ന് പ്രൊലോങ് ചെയ്ത് നിർത്താം. അതായത് നമുക്ക് ആ ചേഞ്ച് ഉണ്ടാവുന്ന ആ ഒരു സ്പാൻ, ആ ഒരു ടൈം നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പൊ ഇതിനെ നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത് ആണ്. അപ്പൊ ഈ ഗട്ട് ഹെൽത്ത് നന്നാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മുടെ ഗട്ടിന്റെ അകത്ത് ഒരുപാടധികം ഗുഡ് ഗട്ട് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മുടെ മൈൻഡിനാണെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള പവർ ഈ നമ്മുടെ വയറിന്റെ അകത്തും കുടലിന്റെ അകത്തുള്ള ബാക്ടീരിയാസിനുണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ബാക്ടീരിയാസിനെ നമുക്ക് നിർത്തണം, അതായത് നമുക്ക് നിലനിർത്തണം. ഈ ബാക്ടീരിയാസിന് നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാടധികം ഫുഡ്സ് കഴിക്കണം. അപ്പൊ അതൊക്കെ എന്തൊക്കെ ഫുഡാണ്? ഒന്നാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബയോട്ടിക് ഫുഡാണ്, അതായത് തൈര്, മോര് എന്നിവ. അതായത് നമ്മൾ തൈര് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒരുപാടധികം ആൾക്കാർ പറയും തൈര് കഴിക്കുമ്പോൾ മോക്കുരു ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ മോക്കുരു ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തൈരിന്റെ പാട കളഞ്ഞിട്ടുള്ള ലോ ഫാറ്റ് കേർഡ് ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് എന്താ ഈ മോക്കുരു, പിമ്പിൾ പ്രോബ്ലം, ആക്നി പ്രോബ്ലം ഒന്നും ഉണ്ടാവാതെ സൂക്ഷിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാം. അതായത് നമ്മുടെ റാഗി ആണെങ്കിലോ ഒരുപാടധികം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വാഴപ്പിണ്ടി, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡ് കഴിക്കാം. ഇതെല്ലാം നമ്മുടെ വയറിന്റെ ഹെൽത്തിന് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡാണ് പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ ഈ പഴങ്കഞ്ഞി വെള്ളം. ഇത് വളരെയധികം രീതിയിൽ നമ്മുടെ ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ആപ്പിൾ സിഡാ വിനെഗർ. ഈ ആപ്പിൾ സിഡാ വിനെഗർ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കുടിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ഒന്നും നിങ്ങൾക്ക് ഇതിനെ ഡൈലൂട്ട് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കറിയിലോ 2-3 സ്പൂണ് നിങ്ങൾ കറിയൊക്കെ വെക്കും, അല്ലെങ്കിൽ ഫുഡിന്റെ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കഴിക്കാം. ഇത് വളരെയധികം രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ ഗുഡ് ഗട്ട് ബാക്ടീരിയാസിന് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടംപുളി എന്ന് പറയുന്നത്. ഈ കുടംപുളി ഒരുപാടധികം രീതിയിൽ നമ്മുടെ ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഗുഡ് ഗട്ട് ബാക്ടീരിയാസ് നമുക്ക് ഒരുപാടധികം രീതിയിൽ നമ്മൾ നിലനിർത്തുമ്പോൾ ഇത് നമ്മുടെ ബോഡിയും ഇത് നമ്മുടെ മൈൻഡിനെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമുക്ക് ഓക്കെ ആക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെ ആവും. ആ മൈൻഡ് ഓക്കെ ആകുമ്പോൾ നമ്മുടെ ഏജിങ് ഒരുപാടധികം രീതിയിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഗുഡ് ഫാറ്റ്, അതായത് നല്ല കൊഴുപ്പ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉയർത്തുക. അതായത് HDL കൊളസ്ട്രോൾ നമ്മൾ കൂട്ടി വെക്കുക. ഇത് നമ്മുടെ ഏജിങ് ഒരുപാടധികം രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL കൊളസ്ട്രോൾ നമുക്ക് എങ്ങനെ കൂട്ടാം? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരുപാടധികം നട്ട്സ് നമുക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാടധികം എന്ന് പറയുമ്പോൾ ഒരു 10 മുതൽ 15 നട്ട്സ്, അതായത് ഒരു മിക്സ്ചർ ഓഫ് നട്ട്സ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നത് ഈ HDL കൊളസ്ട്രോൾ ഉയർത്താനായിട്ട് വളരെയധികം രീതിയിൽ സഹായിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ നട്ട്സ് കഴിക്കേണ്ടത്? നിങ്ങൾക്ക് നട്ട്സ്, അതായത് കാഷ്യൂ നട്ട്സ്, അണ്ടിപ്പരിപ്പ് കഴിക്കാം, ബദാം കഴിക്കാം, ആൽമണ്ട്സ്, വാൾനട്ട്, പിന്നെ അതുപോലെ തന്നെ ബ്രസീൽ നട്ട്സ്, ഹേസൽ നട്ട്സ്, ഇങ്ങനെ ഒരുപാടധികം രീതിയിലുള്ള നട്ട്സ് വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പംകിൻ സീഡ്, വാട്ടർമെലൺ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ സീഡ് വർഗ്ഗങ്ങളും കൂടി നിങ്ങൾ ഒരു മിക്സ്ചർ ആയിട്ട് നിങ്ങൾ കഴിക്കുക. ഇത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽസ്, അതായത് HDL കൊളസ്ട്രോൾ ലെവൽസ് നിങ്ങൾക്ക് ഉയർത്താനായിട്ട് സഹായിക്കും. LDL, അതായത് ചീത്ത കൊളസ്ട്രോളിന്റെ ലെവൽസ് കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽസ് കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ തരുന്ന ഒരു കാര്യമാണ് മുട്ട എന്ന് പറയുന്നത്. ഒരുപാടധികം ആൾക്കാർ പറയും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. മുട്ട നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഒരു മുട്ടയെങ്കിലും നിങ്ങൾ മിനിമം നിങ്ങളുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുക. ഇത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ HDL കൊളസ്ട്രോൾ കൂട്ടാനും നിങ്ങൾക്ക് വളരെയധികം രീതിയിൽ നിങ്ങളുടെ ഏജിങ് കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ അവക്കാഡോ ഇൻക്ലൂഡ് ചെയ്യാം. ഈ അവക്കാഡോയ്ക്കകത്ത് ഒരുപാടധികം രീതിയിൽ HDL കൊളസ്ട്രോൾ ഉണ്ട്. ഈ HDL കൊളസ്ട്രോൾ കൂടുമ്പോൾ നിങ്ങൾക്ക് LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കാനായിട്ട് ഒരുപാടധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഈ അവക്കാഡോ എന്ന് പറയുമ്പോൾ ഒരുപാടധികം വിലയുണ്ടെന്ന് പല ആൾക്കാരും പറയും, ഒരുപാട് കോസ്റ്റ്ലി ആണ്, ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു അവക്കാഡോ എല്ലാ ദിവസവും കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മിനിമം 2 സ്കൂപ്പെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കഴിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവക്കാഡോ ഇസ് എ വെരി വെരി ഗുഡ് ഓപ്ഷൻ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഉൾപ്പെടുത്തുക. അതായത്
WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റില് ഒരു 6 നേരമെങ്കിലും, അതായത് 6 കപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കണമെന്നാണ് WHO പറയുന്നത്. നിങ്ങൾക്ക് ഈ 6 കപ്പ് ഒന്നും കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ ഒരു മിനിമം ഒരു 2 കപ്പെങ്കിലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് വൈറ്റമിൻ എ മുതൽ വൈറ്റമിൻ ഇ വരെയും നമുക്ക് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും. മാത്രമല്ല വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നമ്മൾ മാക്സിമം സൺലൈറ്റ് എക്സ്പോഷർ നമ്മൾ എടുക്കുക. അതായത് എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് നിങ്ങൾ വെയിലത്ത്, അതായത് 10 മണി മുതൽ ഒരു 2 മണി വരെയുള്ള വെയിൽ നിങ്ങൾ കൊള്ളുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ വെയിൽ കൊണ്ടാൽ മതി. ദിവസം കൊള്ളുമ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടും. ഈ വൈറ്റമിൻ ഡി നിങ്ങളുടെ എല്ലിനും പല്ലിനും അതുപോലെ നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാടധികം ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ഞാൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാത്രമല്ല വൈറ്റമിൻ എ വളരെയധികം രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വൈറ്റമിൻ എ നമ്മുടെ സ്കിന്നിന്, നമ്മുടെ കണ്ണിനും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മൈൻഡിന്. വൈറ്റമിൻ എ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം രീതിയിൽ നമ്മുടെ മൈൻഡ് കാമായിട്ട് വെക്കാൻ പറ്റും. നമ്മുടെ മെന്റൽ ഹെൽത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ. ഇപ്പൊ പുതിയ സ്റ്റഡീസ് പറയുന്നത് ഡിപ്രഷന്റെ, ഇപ്പൊ വരുന്ന ഡിപ്രഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ്. നമ്മുടെ അടുത്തേക്ക് ഡിപ്രഷൻ ആയിട്ടും അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിരിക്കും ഇതിൽ വരുന്ന 95% ആൾക്കാരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻ ഡി ലെവൽസ് നമുക്ക് വളരെയധികം രീതിയിൽ നോർമൽ ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒരുപാടധികം കഴിക്കുക. ഈ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്ന് കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് കരോട്ടിനോയിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല കളറുള്ള ആപ്പിൾ, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്. ഇനി ബീട്രൂട്ടിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടുണ്ട്. കാരണം എല്ലാ ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബീട്രൂട്ട് ഒരെണ്ണം മൊത്തമായിട്ട് കഴിക്കണമെന്നാണ്. ഒരിക്കലും അല്ല. ബീട്രൂട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ പച്ചയ്ക്ക് നിങ്ങൾ ചവച്ചരച്ച് കഴിക്കണം അല്ലെങ്കിൽ ജ്യൂസായി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ തം സൈസിൽ മാത്രമേ എല്ലാ ദിവസവും നിങ്ങൾ ബീട്രൂട്ട് കഴിക്കാവൂ. ഈ തള്ളവിരലിന്റെ അത്രയും മാത്രമേ നിങ്ങൾ ബീട്രൂട്ട് ഒരു ദിവസം നിങ്ങൾ കഴിക്കാവൂ. അതായത് പച്ചയ്ക്ക് കഴിക്കുമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസ് ആയിട്ട് കുടിക്കുമ്പോഴോ. പക്ഷെ നിങ്ങൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കഴിക്കാം, കാരണം അതിന്റെ സ്റ്റേറ്റ് മാറും. പക്ഷെ നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഈ തള്ളവിരലിന്റെ സൈസിൽ മാത്രമേ നിങ്ങൾ ഈ ബീട്രൂട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവൂ. പിന്നെ ക്യാരറ്റ് ഒരുപാട് രീതിയിൽ കഴിക്കുക, കുക്കുംബർ ഒരുപാട് രീതിയിൽ കഴിക്കുക. മാത്രമല്ല സ്പിനാച്ച്, അതായത് ചീര, മുരിങ്ങയിലെല്ലാം നിങ്ങളുടെ ഡയറ്റ് ഒരുപാടധികം രീതിയിൽ ഉൾപ്പെടുത്തുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലവർഗ്ഗങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾ ഈ ഒരു ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കഴിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഡയറ്റിൽ ഈ ഞാൻ പറഞ്ഞ നട്ട്സ് നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ. ഈ വൈറ്റമിൻ സി കഴിക്കാനായിട്ട് ഞാൻ പറയുന്നതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഈ വൈറ്റമിൻ സി ആണ് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂട്ടാതയോണിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് 3 എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് സൾഫർ, രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് സെലീനിയം, മൂന്നാമത്തത് വൈറ്റമിൻ സി. അപ്പൊ സൾഫർ റിച്ച് ഫുഡ്സും സെലീനിയം റിച്ച് ഫുഡ്സും അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സി റിച്ച് ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാടധികം ആൾക്കാർ എന്ത് ചെയ്യും, പുറത്ത് നിന്നിട്ട് ഈ ഗ്ലൂട്ടാതയോൺ ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിയിൽ നമുക്ക് നാച്ചുറലി തന്നെ നമുക്ക് ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കാൻ പറ്റും. ഈ ഗ്ലൂട്ടാതയോൺ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? സൾഫർ റിച്ച് ഫുഡ് കഴിക്കുക, സെലീനിയം റിച്ച് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ഫുഡ് കഴിക്കുക. ഇനി സൾഫർ റിച്ച് ഫുഡ് എന്തൊക്കെയാണ്? സ്വീറ്റ് പൊട്ടറ്റോ, അതായത് നമ്മുടെ മധുരക്കിഴങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ മാതളം എന്ന് പറയുമ്പോൾ ഒരുപാടധികം രീതിയിലുള്ള ആന്റി ഓക്സിഡൻസ് ഈ മാതളത്തിന്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രസീൽ നട്ട്സ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്, ടർണിപ്പ്, അതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ട്, ഇതെല്ലാം സൾഫർ റിച്ച് ഫുഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ്, ബ്രൊക്കോളി, ഉള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം സൾഫർ റിച്ച് ഫുഡ്സ് ആണ്. ഇനി സെലീനിയം എന്ന് പറയുമ്പോൾ ഒരുപാടധികം രീതിയിൽ ഈ സെലീനിയം കാണുന്നത് മഷ്റൂം, കൂണിലാണ്. അതുപോലെ തന്നെ നമുക്ക് കണവ, കൊഞ്ച്, ഇതിന്റെ അകത്ത് ഒരുപാടധികം രീതിയിൽ സെലീനിയം കാണും. ഇനി അടുത്തതായിട്ട് നമുക്ക് വൈറ്റമിൻ സി റിച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇത് കാണുന്നത് നമ്മുടെ ബെറീസിലാണ്. മൾബെറി, ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി, ഇതിലൊക്കെയാണ് വൈറ്റമിൻ സി ഒരുപാട് രീതിയിൽ കാണുന്നത്. പക്ഷേ ഈ ബെറീസ് ഒന്നും എല്ലാ ആൾക്കാർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വൈറ്റമിൻ സിയുടെ റിച്ച് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുമ്പോൾ പേരയ്ക്കാണ്. എല്ലാ ദിവസവും ഒരു പേരയ്ക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കി. വൈറ്റമിൻ സിയുടെ ഒരു വലിയൊരു കലവറയാണ് ഈ ഒരു പേരയ്ക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഒരു വൈറ്റമിൻ സിയുടെ ന്യൂട്രിയൻസിന്റെ ഒരു ബോംബ് എന്ന് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. ചെറിയൊരു സൈസ് ആണെങ്കിൽ അതിന്റെ ആ സൈസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പോകരുത്. ഒരുപാടധികം ഗുണമുള്ള ഒരു കാര്യമാണ് ഈ നെല്ലിക്ക ആംല എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നാരങ്ങയ്ക്ക് ഒരുപാട് രീതിയിൽ വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചിന് വൈറ്റമിൻ സി ഉണ്ട്. ഇനി നാരങ്ങ ഓറഞ്ച് ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പേരയ്ക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പേരയ്ക്ക നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നെല്ലിക്ക നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ വൈറ്റമിൻ സിയും സൾഫറും സെലീനിയും ഉണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി നമ്മുടെ ലിവർ നമ്മുടെ ബോഡിയെ ഗ്ലൂട്ടാതയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം കുടിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ പറയും 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കുക, 75 കിലോ ഉള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം കുടിക്കുക. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക. ഈ ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ നിർത്തുമ്പോൾ ആക്ച്വലി മെയിൻ ആയിട്ട് നമുക്ക് വ്രിങ്കിൾസ്, അതായത് ചുളിവുകൾ, ചുക്കി ചുളിയുന്നത് നമുക്ക് വളരെയധികം രീതിയിൽ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ കണ്ണിന്റെ താഴെയുള്ള ചുളിവുകൾ, അണ്ടർ ഐയിൽ വരുന്ന നമുക്ക് ഡാർക്ക്നെസ്, അതായത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, ഇതെല്ലാം മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുക. ഇത് നമ്മുടെ വൃക്കകളെയും ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ 25 കിലോ വീതം ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം വീതം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലീൻ പ്രോട്ടീൻ. അതായത് പ്രോട്ടീന്റെ അളവ് നിങ്ങൾ ഡയറ്റിൽ കൂട്ടുക. അതായത് പ്രോട്ടീന്റെ അളവ് കൂട്ടാനായിട്ട് പറയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിക്കൻ കഴിക്കാം, മീൻ കഴിക്കാം, ചാള കഴിക്കാം. ചാള കഴിക്കുമ്പോൾ അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാള കഴിക്കാം. പക്ഷെ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം, നിങ്ങൾക്ക് കണവ കഴിക്കാം, കൊഞ്ച് കഴിക്കാം, ഞണ്ട് കഴിക്കാം. ഇതെല്ലാം ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കൂട്ടും. ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പയർ പുഴുങ്ങി കഴിക്കാം. പയർ പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് തേങ്ങയൊക്കെ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാം. ഈ തേങ്ങയ്ക്കകത്തും വളരെയധികം രീതിയിലുള്ള ഗുഡ് ഫാക്ട് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ്. പക്ഷെ നിങ്ങൾ എക്സസ് ആയിട്ട് ഒരുപാടധികം രീതിയിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ പോരുത്. അത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂട്ടാനായിട്ടും അത് വളരെയധികം നല്ലതല്ല. അത് നിങ്ങൾക്ക് തടി ഉണ്ടാക്കാനായിട്ട് കാരണമാവും. പക്ഷെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്ന ആളാണ്, പ്രോപ്പറായിട്ട് ജിമ്മും വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെയധികം രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ഈ തേങ്ങാപ്പാൽ നിങ്ങളുടെ ഡയറ്റിൽ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മിതമായിട്ടുള്ള ഒരു മിനിമൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഒരു ഒപ്റ്റിമം റേഷ്യോയിൽ നിങ്ങൾക്ക് ഈ ഒരു കോക്കനട്ട് മിൽക്ക്, അതായത് തേങ്ങാപ്പാൽ നിങ്ങളുടെ ഡയറ്റിൽ യൂസ് ചെയ്യാവുന്നതാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ പയർ പുഴുങ്ങി കഴിക്കുന്നത്, മുളപ്പിച്ച പയർ കഴിക്കുന്നത്, കടല കഴിക്കുന്നത്, ഇതെല്ലാം വളരെയധികം രീതിയിൽ നിങ്ങളുടെ ലീൻ പ്രോട്ടീന്റെ ലെവൽസ് നിങ്ങളുടെ ബോഡിയിൽ കൂട്ടാനും നിങ്ങളുടെ ഡയറ്റിൽ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡയറ്റ് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അതായത് 60% നിങ്ങൾ കാർബോഹൈഡ്രേറ്റും 20% പ്രോട്ടീനും 10% ഫാറ്റും, ഇങ്ങനെ ഉള്ള ഒരു രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നിങ്ങളുടെ ഡയറ്റിൽ എപ്പോഴും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അടുത്തൊരു കാര്യമാണ് നിങ്ങളുടെ ഡയറ്റിൽ എല്ലാ ദിവസവും നിങ്ങൾ ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക. ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഫുഡ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുമ്പോൾ ആന്റി ഓക്സിഡൻസ് എന്താണ് നമ്മുടെ ബോഡി ചെയ്യുന്നത്? ആന്റി ഓക്സിഡൻസ് ഏജിങ്ങിനെ വളരെയധികം രീതിയിൽ കുറയ്ക്കും. ഈ ഏജിങ്ങിന് മെയിൻ ആയിട്ടും കാരണമാവുന്ന ഒരു കാര്യമാണ് ഫ്രീ റാഡിക്കൽ. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാടധികം കെമിക്കൽ റിയാക്ഷൻസ് കാരണം വരുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഓക്സിജൻ സ്പീഷീസ്, അതായത് നമുക്ക് വരുന്ന ഫ്രീ റാഡിക്കൽസ്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ഫ്രീ റാഡിക്കൽസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ഫ്രീ റാഡിക്കൽസിനെ എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ കോശങ്ങളിൽ ചെന്ന് ഡിസ്ട്രോയ് ചെയ്യും, കോശങ്ങളിലെ ഏജ് കൂട്ടുകയും ചെയ്യും. ഏജ് കൂട്ടുമ്പോൾ നമുക്ക് ഒരുപാടധികം രീതിയിലുള്ള ഏജിങ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ഏജിങ് പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ആന്റി ഓക്സിഡൻസ്. അപ്പൊ ഈ ആന്റി ഓക്സിഡൻസ് എന്ത് ചെയ്യും? ഈ ആന്റി ഓക്സിഡൻസ് ആക്ച്വലി ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിച്ച് കളയും, അങ്ങനെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഏജിങ് കുറയ്ക്കാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഈ ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഗ്രീൻ ടീ. എല്ലാ ദിവസവും നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുന്നത്, 1 കപ്പ് ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബീൻസ്. എല്ലാ ദിവസവും നിങ്ങൾ ബീൻസ് ഉൾപ്പെടുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ്. കാരണം ബീൻസിന്റെ അകത്ത് 6 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, കൂടെ അതുപോലെ തന്നെ ഒരുപാടധികം രീതിയിലുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെല്ലിക്ക എല്ലാ ദിവസവും കഴിക്കാം. അടുത്തതായിട്ട് മാതളം ആന്റി ഓക്സിഡൻസ് ആയിട്ട് സമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു മാതളം പോമിഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് ആണ് നമുക്ക് അടുത്ത നമ്മുടെ ഏജിങ്ങിന് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ. നല്ലൊരു മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മൾ വയസ്സായി പോകാനായിട്ടും നമുക്ക് ഒരുപാടധികം രീതിയിൽ ഏജ് കൂട്ടാനായിട്ടും കാരണമാവും. ഇപ്പൊ 30 വയസ്സുള്ള ഒരാൾക്ക് നല്ല രീതിയിലുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഇല്ല, പക്ഷെ അവരുടെ ഡയറ്റ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അവർ 40 വയസ്സ് അവരെ കണ്ടാൽ തോന്നിക്കും. അപ്പൊ മെന്റൽ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും കൂടുതൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ മെന്റൽ ഹെൽത്ത് നന്നാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യുക. 150 മിനിറ്റ് ഒരു വീക്ക്, ഒരാഴ്ച നിങ്ങൾ 150 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. അതായത് ആഴ്ചയിൽ മിനിമം 5 ദിവസം 30 മിനിറ്റ് വീതം നിങ്ങൾ എക്സസൈസ് ചെയ്യുക.
നിങ്ങൾക്ക് വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ചെയ്യാം, അതായത് വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് കാർഡിയോ എക്സസൈസും ചെയ്യാം. അപ്പൊ ആഴ്ചയിൽ 5 ദിവസം 30 മിനിറ്റ് വീതം നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക. ഇത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മിനിമം നിങ്ങൾ ഒരു 6 to 8 മണിക്കൂർ വരെ ഉറങ്ങുക. പല ആൾക്കാർക്ക് 8 മണിക്കൂറൊന്നും ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ പക്ഷേ മിനിമം ഒരു 6 to 7 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഈ പ്രോപ്പറായിട്ട് നിങ്ങൾ ഉറങ്ങുന്നത് വളരെയധികം രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും നിങ്ങൾ കൃത്യസമയം കിടന്നുറങ്ങാനും കൃത്യസമയം എണീക്കാനും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഈ ഉറക്കത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ രാത്രി 12 മണിക്ക് കിടക്കും, അടുത്ത ദിവസം നിങ്ങൾ രാത്രി 10 മണിക്ക് കിടക്കും, അടുത്തൊരു ദിവസം നിങ്ങൾ 9 മണിക്ക് കിടക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എല്ലാ ദിവസവും പ്രോപ്പർ ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയം കിടക്കാനും കൃത്യമായിട്ടുള്ള ഒരു സമയം നിങ്ങൾ എണീക്കാനും ശ്രമിക്കുക. ഇത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ സ്റ്റേബിൾ ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതിന്റെ കൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ വിഷമം കാണാനോ വിഷമം കേൾക്കാനോ പോകലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മാക്സിമം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യാൻ നോക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ കാണുക. ഇപ്പൊ റീലൊക്കെ കാണുമ്പോൾ ഒരുപാട് നെഗറ്റീവ് റീൽസ് കാണും. പക്ഷേ ഈ നെഗറ്റീവ് റീൽസ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറയാനും നിങ്ങൾ ശ്രമിക്കുക. ചിന്തിക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ മാക്സിമം നെഗറ്റീവ് തോട്ട്സ് അവോയ്ഡ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുക. അടുത്തൊരു കാര്യമാണ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ചിരിക്കുക. എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാക്സിമം നല്ല സന്തോഷമായിട്ട് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം നമ്മൾ എല്ലാ ആൾക്കാരുടെ ലൈഫിൽ എന്താ ചെയ്യുന്നത്, വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് വഴി നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒരുപാടധികം രീതിയിൽ ഇംപ്രൂവ് ആവാനായിട്ട് ശ്രമിക്കുന്ന കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. അതായത് നമുക്ക് യോഗ, എല്ലാ ദിവസവും നമുക്ക് യോഗ ചെയ്യുന്നത് വളരെയധികം രീതിയിൽ നമ്മുടെ ഈ ഒരു യൗവനം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ നിങ്ങളുടെ സൗന്ദര്യം, അതായത് യൗവനമൊക്കെ നമുക്ക് നിലനിർത്താനായിട്ട് സഹായിക്കും. പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരുപാടധികം ക്രീംസും കാര്യങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട. നിങ്ങൾ ഈ ഒരു യൗവനം നിലനിർത്താനും ഏജിങ് നിങ്ങൾ കുറയ്ക്കാനും നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം 3 കാര്യം. ഒരുപാടധികം ക്രീംസും നിങ്ങൾ മേടിച്ച് തേക്കേണ്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. വീട്ടിനകത്താണ് ഇരിക്കണമെങ്കിൽ പോലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പുറത്ത് പോകുന്നത് മാത്രമല്ല, വീട്ടിനകത്തിരിക്കുമ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എല്ലാ 3 മണിക്കൂർ ഇടവിട്ടും നിങ്ങൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ആണ്. നിങ്ങൾക്ക് ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ വളരെ നല്ല സൺസ്ക്രീൻ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ അത് മേടിച്ച് ഉപയോഗിക്കാൻ നോക്കുക. വളരെയധികം നല്ല സൺസ്ക്രീൻ ആണ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ, ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ആണ് ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ. രണ്ടാമതായിട്ട് നിങ്ങളുടെ സ്കിന്നെ പ്രോപ്പർ ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഈ മോയ്സ്ചറൈസ് ചെയ്യുന്ന വഴി നമ്മുടെ സ്ട്രെച്ച് മാർക്സ് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള വ്രിങ്കിൾസ്, ചുക്കി ചുളിഞ്ഞു പോകുന്നതൊക്കെ മാറ്റാനും നമ്മുടെ സ്കിന്നിലെ ഏജിങ് കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അടുത്തതായിട്ട് നമ്മൾ മൂന്നാമതും ലാസ്റ്റ് ആൻഡ് ഫൈനൽ പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു റെറ്റിനോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ റെറ്റിനോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം രീതിയിൽ നമ്മുടെ സ്കിന്നിന്റെ ഏജിങ് കുറയ്ക്കാനായിട്ട്, നമ്മുടെ സ്കിന്നിന്റെ സൗന്ദര്യം കൂട്ടാനും നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഏജിങ് കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാടധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന റെറ്റിനോൾ നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ ആ റെറ്റിനോൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ റെറ്റിനോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? 0.1% റെറ്റിനോൾ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പീ സൈസിൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഈ റെറ്റിനോൾ ഒരു പീ സൈസിൽ എടുത്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്യുക ആഴ്ചയിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു റെറ്റിനോൾ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അല്ലാതെ ആദ്യമേ നിങ്ങൾ 7 ദിവസം ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവാനും ഒരുപാടധികം പ്രശ്നം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ ടേപ്പർ ചെയ്ത് ആ ഡോസ് കൊണ്ടുപോവുക. ഇത് വളരെയധികം രീതിയിൽ നമ്മുടെ സ്കിന്നിന്റെ ഏജിങ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനും മോയ്സ്ചറൈസർ റെറ്റിനോളിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു റെറ്റിനോളും സൺസ്ക്രീനും മോയ്സ്ചറൈസറും മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെയധികം രീതിയിൽ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനെയും അതുപോലെ തന്നെ ഏജിങ് കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും പാരന്റ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒരുപാടധികം രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ എന്റെ ചാനലിലെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. Till then, it's me Pranav P. Signing off. Bye bye.